എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സൂത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വീഡിയോ അല്ല, കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു, നമ്മുടെ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഗൈസ്. ഇത് വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി ഇനി അങ്ങോട്ടൊക്കെ വൃത്തിയാക്കാൻ കിടക്കുവാണ്. അതൊന്നും നിങ്ങളിപ്പോൾ കണ്ട കേട്ടോ. കണ്ടാൽ നിങ്ങൾക്ക് എന്തോ പോലെ തോന്നും. അത്രയ്ക്ക് നമ്മൾ ഇവിടെ ഇരുന്ന് എല്ലാം കൂടി എടുത്ത് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ ഇനി അതെല്ലാം എടുത്ത് മാറ്റി കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് ഇന്ന് തന്നെ ചെയ്യും തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ വൃത്തിയാക്കി കാണിച്ചു തരാം ഗൈസ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ടൈല് ബാക്കി വന്നായിരുന്നു. ഇനിയും കുറേ ടൈൽ ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ പൊട്ടിയോ വേറെ ബാലൻസ് ടൈലില്ലേ ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ ഇത് കണ്ടോ, ചെറുതായിട്ട് മുറിച്ച പീസുകൾ അതൊക്കെയാണ് കേട്ടോ എടുത്ത് വെച്ചത്. ചേട്ടായി ഓരോ വട്ടം ചവിട്ട് വന്നിട്ട് പൊട്ടിക്കുന്നതാണ്. ഇപ്പോഴും ചവിട്ടി പൊട്ടിച്ച് കണ്ട. അത് ഞാൻ മാറ്റി വേറൊരു ടൈല് വെക്കും കേട്ടോ. അവിടെ ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സെറ്റപ്പ് ഞാൻ ചെയ്യും. ഇത് കണ്ടോ, എന്നിട്ട് നമ്മുടെ സിന്തോണിയയും ഇതിൻ്റെ പേരെന്നാണ് എനിക്കറിയില്ല കേട്ടോ. സിന്തോണിയ കമ്പനി ചെയ്യണേ, സിന്തോണിയ. പിന്നെ അതെ ഈ സാധനം, പിന്നെ ഇത് വാടി കിടക്കുന്ന കണ്ട് നിങ്ങൾ നോക്കണ്ട. കാരണം നമ്മൾ ഒരിടത്ത് ഇരുന്ന് ഈ സാധനത്തിൻ്റെ വേര്, ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഇന്ന് ഒഴിച്ചിട്ടില്ല, ഇന്ന് ഒഴിക്കണം. അതും വാടി കിടക്കുകയാണ്. നോക്ക് കണ്ടോ. അതെന്താണെന്ന് ഞാൻ പറയാം. ഇത് രണ്ടും ഇതേപോലത്തെ PVC പൈപ്പിലായിരുന്നു അതും ഇരുന്നത്. അപ്പം ഞാൻ അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് തന്നെ ഒഴിക്കും. രണ്ടും ആ ഇരുന്ന സ്ഥലത്ത് ഇരുന്ന് ഉറച്ച് അതിൻ്റെ വേര് പിടിച്ചു. അപ്പോൾ ആ വേര് ഞാൻ പറിച്ചെടുത്തപ്പോഴത്തേക്ക് അതിനൊരു ആരോഗ്യക്കുറവ് വന്നു ഗൈസ്. അപ്പം ഞാൻ ഇതിനെ ഒന്ന് മാറ്റി നടണം. എന്തായാലും ഇപ്പോൾ ഇതിങ്ങനെ വെച്ചേക്കുവാണ്. ഇനി വെള്ളം ഒഴിക്കണം. പിന്നെ ഇത് കണ്ടോ, പിന്നെ അത് വാടിപ്പോയി ഞാൻ മാറ്റി നട്ടിട്ടാണ്. എന്ന് വെച്ചാൽ വേരൊക്കെ അനങ്ങിയില്ലേ, 2 ദിവസം ആയുള്ളൂ ഇത് വെച്ചിട്ട്, കുറച്ച് ദിവസം ആയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേരൊക്കെ അനങ്ങിയുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഇതേ ദിവസം കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച ചെയ്തതാണ് ഇതൊക്കെ. ഇത് കണ്ടോ, ഇവിടെ കുറേ ചെടി വെച്ചു. ഇതൊക്കെ വാതിക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഉണ്ടോയെന്ന് പോലും അറിയില്ലായിരുന്നു. ഇത് നമ്മുടെ മറ്റേ ചിക്കുപ്പഴത്തിൻ്റെ കായാണ് ഗൈസ്. അത് ഞാൻ വാതിക്കാൻ നിർത്തുകൊണ്ട് വന്നപ്പോൾ അതേപടി അതുമേലും വീണു. പിന്നെ ഞാൻ നമുക്കിവിടെ ക്ലീനാക്കി കാണിച്ചു തരാം. ഇത് കണ്ടോ ഗൈസ്, നമ്മുടെ ഇവിടെയൊക്കെ മൊത്തത്തിൽ ചപ്പും ചവറൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലായിടത്തും നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അലക്കല്ല് നേരത്തെ മുതലുള്ളതാണ്. ഇതിനടക്കും എല്ലാ പാമ്പും നമ്മുടെ മെയിൻ അലക്കല്ല് ആ പറമ്പിൽ കാണുന്ന അതാണ് നമ്മൾ പണിത അലക്കല്ല്. ഇത് ചുമ്മാ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടോ, കുറേ നാൾ മുമ്പ് എനിക്ക് ഇവിടെ വന്ന് അലക്കാന്നൊക്കെ വെച്ച് ഇവിടെ ചെയ്തൊരു അലക്കല്ലും ഈ പൈപ്പും ഇതിനോടനുബന്ധിച്ച് വെച്ചൊരു പൈപ്പാണ്. എൻ്റെ യൂണിഫോം അലക്കാൻ വേണ്ടി വെച്ച് തന്ന പൈപ്പും കല്ലുമാണ്. പക്ഷേ ഞാൻ അലക്കാറില്ല, അതുകൊണ്ടാണ് പ്രശ്നം. ഞാൻ അലക്കാറുണ്ട്, പക്ഷേ നമ്മുടെ പക്രൂച്ച് നിൽക്കുന്നുണ്ട്. അലക്കാറുണ്ട്, പക്ഷേ ഇടക്ക് വല്ലപ്പോഴൊക്കെ അലക്കാറുള്ളൂ. അപ്പോൾ ഇനി പോലും ഞാൻ അലക്കി തുടങ്ങും. കാരണം നമ്മുടെ വാഷിംഗ് മെഷീന് ചെറിയൊരു തകരാറ് വന്നു. അത് ശരിയാക്കണ വരെ ഞാൻ അലക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും പിന്നെ ഇങ്ങോട്ട് നിങ്ങൾ നോക്കുക വേണ്ട, അവിടെ മൊത്തം ഞാൻ കൊളാക്കിയിട്ടേക്കാണ്. ഞാൻ അത് വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ആക്രി കൊടുക്കണം, കാണിച്ചേക്ക് എന്തായാലും. ഇതൊക്കെ നമ്മൾ ആക്രി കൊടുക്കാനുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അതെ ഗൈസ്. പിന്നെ നമുക്ക് നമ്മുടെ കട കാണിക്കണ്ട. കട എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കട ഞാൻ സർപ്രൈസ് ആയിട്ടൊരു ദിവസം കാണിച്ചോളാം. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് ഇവിടെ നമ്മൾ വൃത്തിയാക്കിയത് ഇവിടെയൊക്കെ നിറച്ച് ഇതാണ്. ഏതാ പറഞ്ഞത്, ടൈലിൻ്റെ പീസ് ബാക്കി വന്നില്ലേ, ഇനിയുണ്ടായിരുന്നു കുറേയൊക്കെ എടുത്ത് ഇതായി അങ്ങോട്ട് ഇട്ടു. ഇതുണ്ടോ, ആ ടൈൽ അവിടെ ഇട്ട എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കള്ളന്മാരുടെ ശല്യമുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കുപ്പിച്ചിലൊക്കെ ഇവിടെ ഇടും. കാരണം ഞാൻ കാണുകയും ചെയ്തു ഇവിടെ കള്ളം വന്നത്. അതുകൊണ്ട് നമ്മൾ കുപ്പിച്ചിലൊക്കെ എടുത്തിട്ടുണ്ട്. വരുവാണെങ്കിൽ കാല കുത്തി കയറട്ടെ, അത് നമുക്ക് പിടിച്ച് വല്ലയിടത്തും കൊണ്ട് ഇടാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീടിൻ്റെ ചുറ്റും കുപ്പിച്ചില്ലിടാമെന്നാണ് ഓർത്തിരിക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോൾ ഒരാളെങ്കിൽ ചാടണ പോലെ എനിക്ക് തോന്നി. അപ്പം അച്ഛൻ ഇറങ്ങണമെന്ന് ചോദിച്ചിട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട്, രാത്രി എപ്പോഴും ഒരു കാറൊക്കെ വരുന്നൊരു സീനുള്ളൊരു സ്ഥലമാണ് നമ്മുടെ വീട് ഇരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ എനിക്കറിയാൻ പാടില്ല, ഇവിടെ രാത്രി ആരൊക്കെയോ വരുന്നുണ്ട്. നമ്മൾ പിന്നെ ഇറങ്ങാറൊന്നുമില്ല. പിന്നെ ഗൈസ് ഇവിടെയൊക്കെ നമ്മൾ ഇനി അടിക്കണം. ഇവിടെ മണ്ണൊക്കെ ലെവലാക്കണം. അത് ഇനി പണി കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ വെച്ച കിളിക്ക് കൊടുക്കാൻ വെച്ച വെള്ളം അവിടെ ഇരിക്കുന്നുണ്ട്. വെള്ളം മാറ്റണം. കിളി ഒന്നും വന്ന് കുടിച്ചെന്ന് അത് വെയിലിൽ പറ്റിപ്പോയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കിളി ഞാൻ ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ആ തീറ്റ തിന്നുന്നെടുത്ത് അവിടെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. തിന്നോ ഇല്ലയോ എന്ന് ഞാൻ കണ്ടില്ല കേട്ടോ, പറന്നു പോയി. അപ്പോൾ ഇത് നോക്ക്, ഇത് എങ്ങനെയുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് ഗൈസ്. ഇത് ഞാൻ അവിടുന്ന് കുറേ ചരൽ ഞാനും വെച്ചും കൂടി വാരിക്കൊണ്ട് ഇട്ട് ടൈലൊക്കെ ഇട്ട് സെറ്റാക്കിയാണ്. പിന്നെ ഇവിടെ ഇതൊക്കെ മാറ്റി ഇനി ഞാൻ ചെടി വെക്കും. സോറി നമ്മളത് അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ടുള്ള ചോറ് കഴിക്കാനായിട്ടുള്ള ഒരു സംഭവം വേണ്ടി ചെയ്തതാണ്. ചേട്ടാ ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ടാക്കുവാണ് കേട്ടോ.
പിന്നെ ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഇഞ്ചിയാണ് ഗൈസ്, കണ്ടോ. ഇത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിച്ചോട്ടമേ, അല്ല അതേ പൊട്ടിച്ചോണ്ട് ഇങ്ങനത്തെ ഒരു ചെറിയ പീസ് കൊണ്ട് എൻ്റെ അമ്മ കൊണ്ട് ഇട്ടതാണ് ഗൈസ്. ഇത്ര ഇഞ്ചി അമ്മ എവിടേക്ക് വെച്ച്, എന്നിട്ട് അമ്മ എന്നെ മറന്നുപോയി അവിടെ വെച്ചേന്ന്. എന്നിട്ട് നമ്മൾ പറമ്പ് നമ്മൾ കത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മക്ക് കുറേ ഇഞ്ചിയൊക്കെ കിട്ടിയത്. കണ്ടോ, മഞ്ഞളൊക്കെ കിട്ടി. ഇനി മഞ്ഞളൊന്നും പിടിക്കുകയില്ല കേട്ടോ, കാരണം നമ്മളെല്ലാം കത്തിച്ച് കളഞ്ഞു. ഇത് കണ്ടോ, ഒരെണ്ണത്തിൽ നിന്ന് ഉണ്ടായേക്കണേ, കുറേ ഉണ്ടായിരുന്നു. നമ്മൾ കുറേയൊക്കെ ചായയിലിട്ട്, അപ്പം ഞാൻ അത് ഇങ്ങനത്തെ ഒരു കഷ്ണം കൊണ്ട് ചായയിലിട്ട്, നമ്മൾ ചായയിൽ ഇഞ്ചി ഇട്ട് കുടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചി ഇട്ട് എൻ്റെ പൊന്നി കായ്സിനെ എന്നാ എരിവാന്നറിയൂ. അപ്പോൾ ഇതിൻ്റെ ഇത്രയും പോലും ഇടണ്ട, ഇതിൻ്റെ പകുതി പോലും ഇടണ്ട, 1/4 ഭാഗം ഇട്ടാൽ മതി. അത്രയ്ക്ക് എരിവുള്ളൊരു ഇഞ്ചിയാണ്, നാടൻ ഇഞ്ചി. ഇതും പറിച്ചിട്ട് കുറച്ച് ദിവസമായി. പിന്നെ നമ്മൾ പറമ്പ് കത്തിച്ചപ്പോൾ ഉണങ്ങിപ്പോയി ഗൈസ് കുറേയൊക്കെ. അത് ഇപ്പം തൊലി തെറ്റി പോവാന്നറിയില്ല. പോവാ അതേ പറന്നു പോണ്. ഇതേ കണ്ട ഗൈസ്, നല്ല മണമുണ്ട് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതേ എൻ്റെ ഇഞ്ചി വിളവെടുപ്പ് ഞാൻ ഇതിൻ്റെ കൊടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലം കാണിക്കാനാണ് വന്നത്. ഇനി ഇതേ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് അച്ചയുടെ ഒരു എന്തോന്ന്, മറ്റേ ഇതില്ലേ, പണ്ടത്തെയാണിത്. നമ്മുടെ ടി വിയിൽ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ, ഒച്ച സൗണ്ട് ബാർ അങ്ങനത്തെ എന്തോ ഒരു സാധനം, എനിക്കറിയാൻ പാടില്ല, എന്തോ പെട്ടിയാണ്. ഇതിപ്പോൾ വർക്കാവില്ല കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ കുറേ സിമെൻറ്റ് എന്തോന്ന് എംസാൻഡ് കൊണ്ട് ഇടുന്നുണ്ട്. കാരണം പക്രു നമ്മുടെ വീടിൻ്റെ അടി വരെ മാന്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നിറച്ച് ഇനി മാന്താൻ സമ്മതിക്കില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്ര വൃത്തിയാക്കിയിട്ടുള്ളൂ, ബാക്കിയും കൂടി വൃത്തിയാക്കിയിട്ട് ഇനി കാണിക്കാം കേട്ടോ ഒരു ദിവസം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവരിലേക്ക് ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെലൈക്കൺ അടിച്ചിട്ടിരിക്കുക. ബൈ.